ഹലോ. നമ്മൾ പലരും പ്ലാസ്റ്റിക് കത്തിക്കുന്നത് കണ്ടിട്ടുണ്ട്. അത് അപകടകരമാണോ എന്നാണ് പ്രശ്നം. പ്ലാസ്റ്റിക് കത്തിക്കുന്നത് നമ്മുടെ കോർപ്പറേഷൻ നിരോധിച്ചിട്ടുണ്ട്, രാജ്യം മൊത്തത്തിൽ നിരോധിച്ചിട്ടുണ്ട്. പല സ്ഥാപനങ്ങളിലും പല രാജ്യങ്ങളിലും ഇതുമായിട്ട് നിരോധിച്ചിട്ടുണ്ടെങ്കിലും വ്യാപകമായിട്ടൊരു അത് പ്രാദേശിക അടിസ്ഥാനത്തിൽ ഗ്രാമങ്ങളിൽ, വീടുകളിൽ ഒക്കെ രഹസ്യമായി കത്തിക്കുന്നുണ്ട്. ഇപ്പോൾ വ്യവസായങ്ങളിൽ പോലും രാത്രി കാലങ്ങളിൽ അവ ആരും അറിയാതെ നശിപ്പിക്കുന്നുണ്ട്. ഇവ പലരും 50-60 റുപ്യ പ്ലാസ്റ്റിക് മാലിന്യം കളക്ട് ചെയ്യാൻ വേണ്ടി കോർപ്പറേഷനൊക്കെ വരുന്നുണ്ട്. അത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും മാരകമായിട്ടുള്ള ഒരു രാസപദാർത്ഥത്തെ കത്തിച്ച് നമ്മുടെ ആരോഗ്യത്തിനും മരുന്നിനും സമൂഹത്തിനും മൊത്തത്തിലും ദോഷമുണ്ടാക്കുന്നത്. നമുക്ക് അതിനെപ്പറ്റി ഒന്ന് നോക്കാം. പ്ലാസ്റ്റിക് വായുവിൽ കത്തുമ്പോൾ അന്തരീക്ഷത്തിലേക്ക് ധാരാളം വാതകങ്ങൾ പ്രവേശിക്കുന്നുണ്ട്. ഇവയെല്ലാം തന്നെ മാരകമായിട്ടുള്ള രാസവാതകങ്ങളാണ്. അവ കത്തിക്കുമ്പോൾ ഡയോക്സിൻ ഉണ്ടാവുന്നുണ്ട്, ഫ്യൂറേറ്റുകൾ ഉണ്ടാവുന്നുണ്ട്, മെർക്കുറി വളരെ ഹാനികരമാണ്, മെർക്കുറി ഉണ്ടാവുന്നുണ്ട്, ക്ലോറൈഡ് ഫൈബനറ്റുകൾ ഉണ്ടാവുന്നുണ്ട്. ഇവയൊക്കെ അന്തരീക്ഷത്തിലേക്ക് ലയിച്ചു ചേർന്നുകൊണ്ട് നമ്മുടെയും നമ്മുടെ പരിസരവാസികളുടെയും ആരോഗ്യത്തെ നാം അറിയാതെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ ഡയോക്സിൻ എന്ന് പറഞ്ഞ വാതകം ക്യാൻസറിന് വരെ കാരണമായിട്ടുണ്ട് എന്നാണ് വിവിധ പഠനങ്ങളിൽ കാണിക്കുന്നത്. അപ്പോൾ പ്രത്യുൽപാദന ശേഷിയെ നശിപ്പിക്കുന്നു, നമ്മളെ ഹോർമോണിനെ വരെ വളർച്ചയെ തന്നെ ബാധിക്കുന്നു. അവ DNA ബാധിച്ച് നമ്മുടെ കുട്ടികളെ പോലും വൈകല്യമുള്ളതാക്കി തീർക്കുന്നു എന്നതാണ് കാണിക്കുന്നത്. അതിൻ്റെ പറ്റി പഠനങ്ങളെ പറ്റി ഞാൻ ഇതിൻ്റെ സൈഡിൽ കാണിക്കും. വിവിധ പഠനങ്ങൾ നടത്തിയതിൻ്റെ രേഖകൾ ഇതിൻ്റെ സൈഡിൽ ഞാൻ ഇടുന്നുണ്ട്. പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ ഉണ്ടാവുന്ന വാതകങ്ങൾ ഓക്സിജനേക്കാൾ ഭാരം കൂടിയതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓക്സിജനേക്കാൾ ഭാരം കൂടിയതാണ്. അതുകൊണ്ട് തന്നെ അവ അന്തരീക്ഷത്തിൽ വളരെ ദിവസങ്ങളോളം തങ്ങി നിൽക്കുകയും പിന്നീട് അവ ഭൂമിയിലേക്ക് തന്നെ ലയിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഉണ്ടാവുന്നത്. അവ ഓക്സിജൻ എത്ര ഭാരം ഉണ്ടെന്നാണ് പറഞ്ഞത്? ഒരു ഡയോക്സിൻ മോളിക്യൂള് 321.96 GM മോളിക്യൂൾ ഭാരം ഉണ്ട്. അതേ അവസരത്തിൽ ഓക്സിജൻ ആണെങ്കിൽ വെറും 32 GM മോളിക്യൂൾ ഭാരം മാത്രമേ ഉള്ളൂ. അതിൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കി എത്ര ഇരട്ടിയാന്നുള്ളത്. അപ്പോൾ ഈ മാരകമായ രാസവസ്തുക്കൾ അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുമ്പോൾ നാം അറിയാതെ തന്നെ നടന്നു പോകുന്ന ആളുകളും ആ കത്തിക്കുന്ന ആളുകളും അറിയാതെ തന്നെ വിശ്വസിച്ചിട്ട് മാരകമായിട്ടുള്ള ക്യാൻസറിന് ഇടവരുത്തുന്നു എന്നുള്ള കാര്യം പലപ്പോഴും നാം ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ ഉണ്ടാവുന്ന ഡയോക്സിൻ ഭാരം കൂടിയതായതുകൊണ്ട് തന്നെ അവ കുറച്ചു നേരം അന്തരീക്ഷത്തിലേക്ക് തങ്ങി നിന്ന് പിന്നീട് മണ്ണിലേക്ക് ലയിക്കുന്നു. മണ്ണിലേക്ക് ലയിക്കുന്നതോടുകൂടി തന്നെ മണ്ണിൻ്റെ ഫലപുഷ്ടി നഷ്ടപ്പെടുകയും കൃഷിക്ക് യോഗ്യമല്ലാതായി തീരുകയും ചെയ്യുന്നു. അപ്പോൾ കൃഷിപ്രദേശം മൊത്തത്തിൽ അതിൻ്റെ ഫലപുഷ്ടി നശിക്കുന്നതിന് ഒരു തുള്ളി മെർക്കുറി മതി. ഒരു തുള്ളി പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ ഉണ്ടായി വരുന്ന മെർക്കുറി തുള്ളി മതി, ഒരു പൊടി മതി. ഒരു ഗ്രാമോളം വരുന്ന മെർക്കുറിക്ക് ഏക്കറോളം വരുന്ന ഭൂമിയെ തരിശാക്കി മാറ്റാൻ വേണ്ടി കഴിയും. പിന്നീട് 10, 50, 20 കൊല്ലം കഴിഞ്ഞ ശേഷമേ ആ ഭൂമിയെ നമുക്ക് കൃഷിക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള മാരകമായ രാസപദാർത്ഥങ്ങൾ വീട്ടിൽ കത്തിച്ച് നശിപ്പിക്കാതെ അവയെ നാം ഒരു ചുരുങ്ങിയ വില കൊടുത്ത് 25-30 രൂപ കൊടുത്ത് ഈ കോർപ്പറേഷനിലുള്ള ഹരിതസേനയ്ക്ക് കൈമാറുന്നതാണ് ഏറ്റവും ഉചിതം. എല്ലാ വ്യവസായങ്ങളും അവർ വന്ന് കളക്ട് ചെയ്തിട്ട്